ഹോക്കിയിലെ വനിത പുരുഷ ലോകകപ്പുകൾ വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ ഹോക്കിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയുടെ കളർ മാറ്റിയത്. നിലവിലുണ്ടായിരുന്ന നീലയിൽ നിന്ന് കാവി കളറിലേക്ക് ഇത് മാറ്റി. ഇതാകട്ടെ ഹോക്കി ഇന്ത്യ ഫെഡറേഷനാണ് മാറ്റിയത്. പക്ഷേ ഈ ഹോക്കി ഇന്ത്യയുടെ ചുമതലയിലുള്ള ആൾക്കാരടക്കം അതിൻ്റെ പ്രസിഡൻറ്റ് ദിലീപ് ടർക്കി അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനിത് അറിഞ്ഞിട്ടില്ല, അതുകൂടാതെ ഭരണസമിതി അറിഞ്ഞിട്ടില്ല, ടീമിലെ താരങ്ങൾ അറിഞ്ഞിട്ടില്ല, ആരും ഇത് അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത്? കാവ്യോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ഇതെന്തുകൊണ്ടാണ് മാറ്റുന്നത്, ഇതിനുള്ളൊരു കാരണം എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ല തന്നെ. അതിൽ അദ്ദേഹം അടക്കം അതിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതേസമയം ഫെഡറേഷൻ പറയുന്ന കാവി എന്ന നിറത്തിൻ്റെ മഹത്വമൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അത്തരത്തിൽ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം രാജ്യത്തെ എങ്ങനെയാണ് സംഘപരിവാർ അതിൻ്റെ യുക്തികൾ കൊണ്ടിട്ട് അല്ല അതിൻ്റെ അജണ്ടകൾ കൊണ്ട് പിടിയിലാക്കാൻ നോക്കുന്നത്. കായിക മേഖലയിലും ഇത്തരത്തിൽ ജേഴ്സിയിലെ കളർ മാറ്റത്തിലടക്കം തങ്ങളുടെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇതിന് മുന്നിൽ. കളിക്കാരടക്കം ഇത്തരം ജേഴ്സി കിട്ടിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്, ഇതിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട് എന്നടക്കം. താരങ്ങളടക്കം ഇതിനെതിരെ വിമർശനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ ക്യാപ്റ്റന്മാരടക്കം കായിക മേഖലയിൽ വലിയ ചർച്ചയാണിത്. ഇതിലേക്കാണ് നൗഫൽ, മുമ്പ് ഇതേ കണക്ക് കേട്ടുകളില്ലാത്തൊരു കാര്യമായിരുന്നു. പൊടുന്നനെ താരങ്ങളും ഇവരും ഒന്നും അറിയാതെ ഇത്തരത്തിൽ ജേഴ്സിയുടെ കളർ മാറ്റുന്നു. നീലയാണ് ഒരു അടിസ്ഥാന നിറമായിട്ട് ജേഴ്സിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം മാറ്റുന്നു, കാവിയാക്കുന്നു. നമ്മൾ അടുത്തിടെ കണ്ടിരുന്നു എൻ്റെ നിറം കാവ്യ എന്ന് പറയുന്നൊരു മോഡലിനെ അല്ല അവതാരകയെ കണ്ടിരുന്നു. അത് കണക്ക് പൊടുന്നനെ വരുന്നു, എന്നിട്ട് ഹോക്കി ഫെഡറേഷൻ ന്യായീകരിക്കുകയും കൂടിയിട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിലിപ്പം കളിക്കാരെ അറിയണമെന്നൊന്നുമില്ല, കളിക്കാരോട് ചോദിച്ചിട്ടൊന്നുമല്ല ജേഴ്സിയുടെ നിറം മാറ്റുന്നത്, അതൊരു വേറൊരു കാര്യം. പക്ഷേ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ ദിലീപ് തിർക്കിയൊക്കെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഹോക്കി ഇന്ത്യ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം അറിയാതെയാണ് ജേഴ്സിയുടെ നിറം മാറുന്നത്. അത് സ്പോൺസർമാരുമായി ചേർന്നിട്ടാണ് ഈ നിറം മാറ്റമൊക്കെ നടത്തുക. പക്ഷേ ഇത് എന്തിനാണ് ഈ നിറം മാറ്റുന്നത് എന്നുള്ള വിശദീകരണം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ നിറം പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന നീല നിറം എന്തിനാണ് മാറ്റി കാവി കളറിൽ ഉപയോഗിക്കുന്നത് അദ്ദേഹം വിശദീകരണമായി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏത് കമ്മിറ്റിയിലാണ് ഈ തീരുമാനമെടുത്തത്, ടീം കോച്ചുമായോ ക്യാപ്റ്റനുമായോ സംസാരിച്ചിരുന്നോ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരണമായി ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ആർ.കെ. ശ്രീവാസ്തവ, ഹോക്കി ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ആർ.കെ. ശ്രീവാസ്തവയ്ക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ചുമതല. അദ്ദേഹവുമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിരവധി ടീമുകളുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ഇതാണ് പ്രധാനപ്പെട്ട 3 ടീം. ഈ 3 മത്സരങ്ങളിലും നീല ജേഴ്സിയാണ് ഇടുന്നത്. നീലപ്പട എന്നാണ് ഇന്ത്യൻ ടീമിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ. ബ്ലൂ ടൈഗേഴ്സ് എന്നൊക്കെ വിശേഷിപ്പിച്ച് അങ്ങനെ നല്ല പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതുമാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ നിറം മാറുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ അർജൻറ്റീനയുടെ ജേഴ്സി, നമുക്ക് ആ നീല സ്ട്രിപ്പുള്ള വൈറ്റ് ജേഴ്സി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞ കളറിൽ കളിക്കാൻ പറഞ്ഞ ആരെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റില്ല. ഇനി ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സി ഒരു ദിവസം പെട്ടെന്ന് ചുവപ്പ് ജേഴ്സിയായിട്ട് അങ്ങ് പരിവർത്തനം ചെയ്ത് വന്നാൽ ഈ കാണികൾക്ക്, ഫാൻസിനൊക്കെ അതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എവേ ജേഴ്സികൾ വേറെയുണ്ട്. ഇപ്പം കളിക്കുന്നൊരു ജേഴ്സി, എവേ ജേഴ്സികൾ വേറെയുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. അവർ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ഒരു ജേഴ്സി, ആ ജേഴ്സി മാറ്റുക എന്ന് പറയുമ്പോൾ അത് ആ ടീമിനെ ഇഷ്ടപ്പെടുന്ന, ആ ടീമിനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സംഗതി ഒരിക്കൽ ക്രിക്കറ്റിലുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ ഇന്ത്യയുടെ T20 ടീമിൻ്റെ ജേഴ്സി അത് പൂർണ്ണമായും കാവ്യമാക്കിയില്ലെങ്കിലും ഈ കൈയും ഷോൾഡറും ഒക്കെ കാവ്യമാക്കിയിട്ട് ഒരു മാറ്റം ഒരിക്കൽ വന്നു. അത് ഒരു ടൂർണമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ടൂർണമെൻറ്റിൽ അത് വന്ന സമയത്ത് ഇതുപോലെ സംഘഭക്തരൊക്കെ കൂടി ഇനി ഒന്നും നടക്കാനില്ല, ഇന്ത്യ ഇനി എല്ലാ കളിയും ജയിക്കുമെന്നുള്ള രൂപത്തിലൊക്കെ പോസ്റ്റുകൾ വന്നിരുന്നു. അപ്പം ഈ ജേഴ്സിയുടെ നിറമൊന്നുമല്ല കളി നിശ്ചയിക്കുന്നത്, വേറെ കാര്യം. പക്ഷേ പരമ്പരാഗതമായി നമ്മൾ കൊണ്ടുവന്ന ഒരു ജേഴ്സിയെ എങ്ങനെയാണ് മാറ്റുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിപ്പോൾ അവർ വിശദീകരിക്കുന്ന കാര്യമുണ്ട്. അവർ വിശദീകരിക്കുന്ന കാര്യം ഈ ഹോക്കിയുടെ ടർഫ് ഇൻ്റർനാഷണലൊക്കെ നീല കളറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നീല കളറിൽ ടർഫും നമ്മുടെ ജേഴ്സി നീല കളറാകുമ്പം അത് രണ്ടും കൂടി ഒരു കോൺട്രാസ്റ്റ് ഇല്ല എന്നതൊക്കെ ഒരു കാരണമായി പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ തന്നെ സുദർശന ചക്രമുണ്ട്. എന്തിനാണ് സുദർശന ചക്രം? അപ്പോൾ ഡിസൈനൊക്കെ നല്ല കൊള്ളാം, നല്ല ഡിസൈനൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ ആരും പറയാതെ നമുക്കൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പം നേരത്തെ ഞാൻ ആദ്യത്തെ വിഷയത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും, മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ ഉൾപ്പെടുത്താമെന്ന് അന്ന് ഇയാൾ പ്രസംഗിച്ചെങ്കിൽ അതേ സംഗതി തിരിച്ച് ഇവർ ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. അപ്പം ഇതിൽ സ്പോർട്സിൽ ഇങ്ങനെ രാഷ്ട്രീയം കുത്തിത്തിരിക, സ്പോർട്സിൻ്റെ പേരിൽ രാഷ്ട്രീയമായി പറയുക, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ അതൊരു യുദ്ധമാണെന്ന് പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ കളിയെ നശിപ്പിക്കാനേ ഒതുങ്ങുള്ളൂ. അല്ലാതെ ഇവരുടെ ചീഞ്ഞ രാഷ്ട്രീയം സ്പോർട്സിൽ കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥന.
നിഷാദ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല പേരിലുള്ള കാവിപ്പടകളെ കണ്ടിട്ടുണ്ട്. ഈ ജേഴ്സിയിലേക്ക് കൊണ്ടുവന്ന് കാവി കളർ ഇങ്ങനെ ഉപയോഗിക്കുന്ന നേരം അതിൻ്റെ അകത്ത് രാഷ്ട്രീയ അജണ്ട എന്നുള്ളത് വ്യക്തമല്ലേ? ആ സാധനം പ്രത്യക്ഷത്തിൽ തന്നെ ഇതിവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതും ദേശീയ ടീമിൻ്റെ ജേഴ്സിയെ മാറ്റുമ്പോഴെന്നുള്ളത്. ഞാൻ പറട്ടെ സുകേഷ, ഇപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളതിൻ്റെ പരിസരത്ത് എവിടെയും ഇല്ല. നമ്മൾ ഏഷ്യ കപ്പിന് പോലും യോഗ്യത നേടിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പേര് ഫുട്ബോൾ അസോസിയേഷൻ ഭാരത് എന്നാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന ആ സംഗതി എടുത്തു മാറ്റുക, ഭാരതം എന്ന് പറയുന്ന പൗരാണിക ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമെന്ന് ഇവർ പറയുന്ന സംഗതിയിലേക്ക് എല്ലാം മാറ്റുക. മോദി പോലും ഭാരതിനെ പറയുള്ളൂ, അവരുടെ പത്രങ്ങളിലും അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ഭാരതം എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിലേക്ക് ഇന്ത്യൻ അസോസിയേഷൻ്റെ പേര് മാറ്റാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം ശരി, ഒരു തീരുമാനമാണല്ലോ സർക്കാരിൻ്റെ. നമ്മുടെ ചോദ്യം, നിങ്ങൾ ഈ ഭാരത് എന്നാക്കി മാറ്റാനുള്ള സവിശേഷമായ ശ്രദ്ധ കാണിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കീഴിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോൾ അതിൻ്റെ നില എന്താണ്? നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനെ ഒരു ലോകോത്തര ടീമാക്കി മാറ്റാൻ, ഏഷ്യൻ കപ്പ് അടിക്കാൻ, അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ യോഗ്യതാ മത്സരമെങ്കിലും കടക്കാൻ കഴിയുന്ന ഒരു ടീമാക്കി അതിനെ ഉയർത്താൻ 10 പൈസയുടെ പണിയെടുത്തിട്ട് ഇതിനെ നിങ്ങൾ ഭാരത് എന്ന് മാറ്റിക്കും. അതിലൊരു താല്പര്യവുമില്ല, ഒരു താല്പര്യമില്ല. എല്ലാത്തിൻ്റെയും പ്രതീകങ്ങൾ മാറ്റുക, പേരുകൾ മാറ്റുക, കാവിയടിക്കുക. അല്ലാതെ ആത്യന്തികമായി അതിൻ്റെ കോർ എന്താണോ അത് മനസ്സിലാക്കി നന്നാക്കാൻ 5 പൈസ ചെലവിടില്ല, താല്പര്യവുമില്ല. ഇപ്പം നമുക്ക് ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കൂടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവ പരിപാടിയാണ്. അതുണ്ടാക്കിയിട്ടുള്ള മാറ്റം നമുക്കറിയാം. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു, VBG റാംജി എന്നാണ്. റാം എന്ന പേര് വരാൻ വേണ്ടി എങ്ങനെയൊക്കെയോ ഉരുട്ടിക്കൊണ്ടുവന്നൊരു പേരാണ് ആ പേര്, VBG റാംജി. കൊള്ളാം, പേരൊക്കെ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ആ പരിപാടിക്ക് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്ന ബജറ്റ് വിഹിതം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഇപ്പോൾ എന്ത് സംഭവിച്ചു? കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും പിൻവാങ്ങുകയും മുഴുവൻ സംസ്ഥാനങ്ങളുടെ തലയിൽ വെച്ച് ആ പദ്ധതി സത്യം പറഞ്ഞാൽ അതിൻ്റെ എല്ലൊടിച്ചു കളഞ്ഞു. ആ പരിപാടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അതിനുവേണ്ടി പണം മുടക്കുന്നതോ ആയിട്ടുള്ള എല്ലാ പരിപാടിയിൽ നിന്നും പിൻവാങ്ങുക. എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോയി നിറവടിക്കുക, അല്ലെങ്കിൽ പേര് മാറ്റുക, അല്ലെങ്കിൽ പരമാവധി സ്ഥലത്ത് മോദിയുടെ പേരിടുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തിലൊരു സ്റ്റേഡിയത്തിൽ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റി നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാക്കിയല്ലോ. വലിയ സ്റ്റേഡിയമാണ്. വല്ലഭായ് പട്ടേലും അവർ ഉയർത്തി കാണിക്കുന്ന വലിയ ബിംബമാണ്. പക്ഷേ സാധാരണ ആൾ മരിച്ചു കഴിഞ്ഞാലാണ് സ്മാരകം ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിന് മുമ്പേ ഇട്ടു. കാരണം ഞാൻ വിചാരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര് മോദി അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയൊക്കെ ഔട്ട്ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് വല്ലഭായ് പട്ടേലിനെ ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പേരിൽ വലിയ പ്രതിമ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചരിത്ര പുരുഷനെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ മോദി അധികാരത്തിൽ വന്ന് ആദ്യ ഒരു ഫസ്റ്റ് ടെർമിനൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അങ്ങനെ ഇന്ത്യൻ ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഏതെങ്കിലും ഒരു വല്ലഭായ് പട്ടേലിനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യയെ ആധുനികമായി സൃഷ്ടിച്ച ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് ഞാൻ മതി. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ഇപ്പോൾ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ഇന്ത്യ റൺ ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രതിമകളോ അല്ലെ അതിൻ്റെ പേരിലുള്ള കൂടുതൽ പേരുകളും കാണുന്നില്ല. എല്ലായിടത്തും പരമാവധി മോദി സാബിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പേരുകൾ ഇടുന്നത് ഒഴിച്ചു നിർത്തിയാൽ ആത്യന്തികമായി എന്ത് സംഭാവന കൊടുക്കുന്നു? ഇപ്പോൾ ബീഹാർ ഭരിക്കുന്ന അവിടെ ഒരു 500-550 സ്കൂളുകളെങ്ങാണ്ട് മോഡൽ സ്കൂളുകളുടെ മുഴുവൻ പേര് മാറ്റി, സർക്കാർ സ്കൂളുകളുടെ. എന്നാലും സരസ്വതി വിദ്യാ മന്ദിർ ഓർ വിദ്യാഭവൻ അങ്ങനെ പേര് മാറ്റിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും നിറവും മാറ്റാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ പോലെ നിറം അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബീഹാറിലെ സ്കൂളുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ചോറും ഉപ്പും മഞ്ഞളും മാത്രമൊക്കെയാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. നമുക്കിവിടെ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണ്. മതിയായ അടിസ്ഥാന സൗകര്യമില്ല, സ്കൂളിലെ കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചില്ല, പഠിക്കാൻ അധ്യാപകരില്ല, ഉള്ള അധ്യാപകർക്ക് യോഗ്യതയില്ല, വാക്കുകൾ കൂട്ടി എഴുതാൻ കഴിയാത്ത അധ്യാപകർ പഠിപ്പിക്കുന്ന റീലുകൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും നോർത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ ആവശ്യത്തിന് അധ്യാപകരില്ല എന്നുള്ള പേരിൽ പെൺകുട്ടികൾ തെരുവിലിറങ്ങി ബസ് തടയുന്ന റീല് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കാണുന്നുണ്ട്. അതായത് ഈ കോക്രോച്ച് സമരത്തിൻ്റെ പിന്നാലെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കുട്ടികൾ, ജന്നാൽഫക്കാർ പോലും തെരുവിലിറങ്ങുകയാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ അടിസ്ഥാന സ്കൂൾ ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ, പഠന സൗകര്യങ്ങൾ കൊടുക്കാതെ, അധ്യാപകരെ നൽകാതെ, മതിയായ പാഠപുസ്തകങ്ങൾ നൽകാതിരിക്കുകയും ഉള്ള സ്കൂളുകളുടെ എല്ലാം പേര് ഇതുപോലെ വിദ്യാമന്ദിർ എന്നൊക്കെ മാറ്റി അതിനെല്ലാം കാവിയടിക്കുകയാണ്. ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ടു, പക്ഷേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലല്ലോ. അത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ ഹോക്കി അസോസിയേഷനെ സംബന്ധിച്ച് അവർ ഒരു തീരുമാനം എടുക്കുകയാണ് കാവിയിടാൻ. സ്വാഭാവികം എല്ലായിടത്തും ഇനിയും കാവിയിടാൻ തീരുമാനിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കാവിയിടാനുള്ള തീരുമാനം കൊണ്ട് ഇന്ത്യൻ ഹോക്കിക്ക് എന്താണ് കിട്ടുന്നത്? 1975-80 അവസാനത്തെ വേൾഡ് കപ്പ് കിട്ടുന്നത്, അതിനുശേഷം കിട്ടിയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏഷ്യ കപ്പ് കിട്ടിയിട്ടുണ്ട് അടുത്തങ്ങാണ്ട്, കഴിഞ്ഞ വർഷം മറ്റോ. വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. ഹോക്കി ഇന്ത്യക്ക് ഡോമിനൻസ് ഉള്ള ഒരു ഗെയിമാണ് എന്ന കാര്യം ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ ഗെയിമാണ്. പക്ഷേ എന്ത് ചെയ്താൽ അതിന് നമ്മളല്ല ചാമ്പ്യൻ, നമ്മളെക്കാൾ മേളിൽ 5-6 രാജ്യങ്ങൾ വേറെ ഉണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ എത്രയും പിന്നിൽ നിൽക്കുമ്പോൾ കാവി അടിക്കലാണ് പ്രാധാന്യം എന്ന് തോന്നുന്നത്?
നമ്മളിപ്പോൾ കേരളത്തിലിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിം, ഇന്ത്യയിലുണ്ടായ ഗെയിം, ആ ഗെയിമിനെ ഇന്ത്യയിൽ ആകമാനം പരിപോഷിപ്പിക്കുന്നതിന് എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന പൈസ എന്നാണ്, ചിലവാക്കുന്ന പൈസ എന്നാണ്? നമുക്ക് അടുത്തെവിടെയെങ്കിലും ഹോക്കി താരങ്ങളെ അറിയാമോ? ഹോക്കി കളി നടക്കുന്ന സ്ഥലം അറിയാമോ? അതിനെ പറ്റിയ ഗ്രൗണ്ടുള്ളത് അറിയാമോ? ഇന്ത്യയിലെമ്പാടും പിള്ളേർ ഗ്രാമങ്ങളിൽ ഹോക്കി കളിക്കുന്നത് ഈ മണ്ണിലാണ്, അല്ലെങ്കിൽ കളിമൺ കോട്ടിലാണ്. ഇപ്പോൾ ഈ പറയുന്ന എന്താണ് ഈ ആധുനിക സൗകര്യങ്ങളുള്ള ടർഫുകൾ ഉണ്ടാക്കണം, ഈ ആസ്ട്രോ ടർഫുകൾ എന്ന് വിളിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടാക്കണം, അത് കളിക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുള്ള പണം എവിടെയാണ്? ഇപ്പോൾ ഇന്ത്യയിലെ സ്പോർട്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന പൈസയിൽ പോലും നാമമാത്രമായ വിഹിതം മാത്രമാണ് ഈ ഹോക്കിക്ക് കിട്ടുന്നത്. അവിടെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ പേര് മാറ്റാൻ നിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ഇവിടെ പുതിയ ആളുകളെ വളർത്തിക്കൊണ്ട് വരിക, വരുന്ന ആളുകളെ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ വലിയ മെഡലൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ച് തുകയോ അല്ലോ ചിലപ്പോൾ ഒരു ജോലിയൊക്കെ ഓഫർ ചെയ്യും. അല്ലാതെ ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാരെ മാസാമാസം അവർക്ക് പൈസ കൊടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ അവർ അക്കോമഡേറ്റ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് ഈ ഹോക്കിയെ നിലനിർത്താനും അതിനെ ഒരു ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും നമുക്ക് എന്തായാലും വേൾഡ് കപ്പ് സമീപകാലത്ത് സ്വപ്നം കാണാൻ പറ്റില്ല. ഹോക്കിയിൽ തന്നെ നമ്മുടെ ഒരു നേതൃത്വം ഉറപ്പാക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിൻ്റെ പ്ലാനിലില്ല. ഗവൺമെൻറ് അതിനുവേണ്ടി ആലോചിക്കുന്നില്ല, അതിനുവേണ്ടി ആൾക്കാരെ ഫണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് സ്പോർട്സിൻ്റെ താരങ്ങൾ ഉണ്ടായി വരുന്നതിന്, ഹോക്കിയുടെ താരങ്ങൾ ഉണ്ടായി വരുന്നതിന് ഒരു പൈസയും ചിലവാക്കാതിരിക്കുകയും അതിന് താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് എല്ലാത്തിനും കൂടി കാവിയടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതുതന്നെയാണ് നമ്മൾ എല്ലായിടത്തും പ്രതീക്ഷിക്കേണ്ടത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പരമാവധി സ്ഥലങ്ങളിൽ പേരിട്ടുകൊണ്ട് അതൊക്കെ കൊള്ളാം, ഗംഭീരമായിരിക്കുന്ന കൈയടിക്കാൻ ആളെ കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതയാണ്. ആത്യന്തികമായി എന്ത് കിട്ടി ജനത്തിന്, എന്ത് കിട്ടി നാടിന്, എന്ത് കിട്ടി സ്പോർട്സിന് എന്നുള്ളത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യനായി ഉയർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല, അതിനെല്ലാം മേലെ കൂടി രാഷ്ട്രീയത്തിൻ്റെ നിറവടിക്കുന്നുള്ള നമ്മുടെ ഒരു ഗതികെട്ട മനുഷ്യരാണ് ആ നിലയ്ക്ക് നോക്കിയാൽ, അല്ലേ? ഇതൊക്കെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്. നമ്മൾ ഏതെല്ലാം ഗെയിമിനെ പറ്റിയ ആൾക്കാരാണ് നമ്മുടെ ഭരണകൂടം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ. പക്ഷേ ഇറങ്ങിത്തിരിക്കത്തില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പം എന്ന് വെച്ചാൽ ഹോക്കി നമ്മൾ തീരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഹോക്കി ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗെയിമാണ്. നമ്മൾ ആദ്യത്തെ ഒരു 10-നകത്തുള്ള പ്രധാനപ്പെട്ട ടീമുമാണ്, ഏഷ്യ കപ്പൊക്കെ കിട്ടിയിട്ടുള്ള ടീമുമാണ്. ബട്ട് അത് എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സമാനതകളില്ലാത്തൊരു സംഗതിയാണ്. ഹോക്കി ഇന്ത്യയെ സ്പോൺസർ ചെയ്യുന്നത് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഒഡീഷ സംസ്ഥാന സർക്കാരാണ് ഹോക്കി ഇന്ത്യ എന്ന് പറഞ്ഞ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഏർപ്പാട് ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. അവർ ആ സ്പോൺസർ ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവർ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നു, അവർ വേൾഡ് ഇവൻ്റ് അവിടെ സംഘടിപ്പിക്കുന്നു. അത് ഒഡീഷയുടെ മാത്രം പ്രത്യേകതയാണ്. ഒഡീഷ ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ ഭരിക്കുന്ന മഞ്ജിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ബിജു പട്നായിക്കും നവീൻ പട്നായിക്കിൻ്റെ കാലത്താണ് എന്തുണ്ടാക്കുന്നത്, ഈ പറയുന്ന സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നത്. അവരാണ് ഇതിന് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ അവരുടെ കരാറ് 33 വരെയായിരുന്നു, 36 വരെ കണ്ട് ഇപ്പോഴത്തെ പുതിയ സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയും ഒരു നോൺ BJP ഗവൺമെൻറ് ഇച്ഛാശക്തി കൊണ്ടാണ്. അപ്പോൾ ഇവരോട് 5 പൈസ 10 പൈസ ഇറക്കിയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ കളർ മാറ്റുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ നല്ല കളിയിടങ്ങൾ ഉണ്ടാക്കിയിട്ട് അസോസിയേഷൻ്റെ പേര് മാറ്റുക, നന്നായി ഫുട്ബോൾ തട്ടാൻ കഴിയുന്ന കുറച്ച് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി താരങ്ങളെ ഉണ്ടാക്കിയിട്ട് ഫെഡറേഷൻ്റെ പേര് മാറ്റുക. അല്ലാതെ ഈ കാണിക്കുന്ന അഭ്യാസം ആരെ പറ്റിക്കാനാണ്? ഇത് തിരിച്ചറിയുന്നില്ല വലിയ വിഭാഗം മനുഷ്യർ എന്നുള്ള നിരാശ അവിടെ നിൽക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. കളിയേക്കാൾ കാവ്യെ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ.